ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിയാനി കിച്ചൺ. അപ്പോൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത് മനസ്സിലായില്ലേ? ഇത്രയും വൈറലായിട്ട് എവിടെ നോക്കിയാലും ഇപ്പോൾ ഇത് മാത്രമേ കാണാനുള്ളൂ. ബൺ മസ്ക് ഇറാനി ചായയും. ഇതിൻ്റെ വീഡിയോസൊക്കെ കണ്ട് മടുത്തു, കേട്ട് മടുത്തു ഇതിനെപ്പറ്റി. പക്ഷെ കഴിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്കും ഇത് തയ്യാറാക്കിയിട്ടൊന്ന് കഴിച്ച് നോക്കാം. ബൺ മസ്കയും ഇറാനി ചായയും. അപ്പോൾ നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിനാദ്യം നമുക്ക് ചായ ഉണ്ടാക്കണം. ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം അടുപ്പത്ത് വെക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട്. ഒരു കഷ്ണം കറുവപ്പട്ട, ഒരു സ്റ്റാർ മസാല. ഇതിനെന്താ ശരിക്കും ഇതിൻ്റെ പേരെന്ന് എനിക്കറിയത്തില്ല, ഞാനിപ്പോൾ സ്റ്റാർ മസാല എന്ന് പറയാം. ഒരു ഏലക്ക ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിടുന്നുണ്ട്, 2 ഗ്രാമ്പൂ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചായപ്പൊടിയും പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് കടുപ്പത്തിൽ വേണം തയ്യാറാക്കാനായിട്ട്. ചായപ്പൊടി ഇടുന്നു, 2 ചെറിയ സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര കുറച്ചിട്ടാൽ മതി. നമ്മളിതിൽ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഈ ചായയിൽ ചേർക്കുന്നുണ്ട്. അപ്പം ഞാൻ 1 സ്പൂണ് പഞ്ചസാര മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഈ കട്ടൻ ചായ തിളപ്പിച്ചെടുക്കാം. ചായ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം. ഇത് നമുക്ക് അടച്ചു വെക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത് കുക്കറിൽ വെച്ച് ഒരു വിസിലൊക്കെ കൊടുത്ത് തയ്യാറാക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയും തയ്യാറാക്കാം. നമുക്ക് ഇതുപോലെ അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുത്താൽ മതി. കൂടെ തന്നെ നമുക്ക് ചായയ്ക്ക് ആവശ്യമുള്ള പാലും കൂടെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാൻ 2 ചെറിയ കപ്പ് ചായ ഉണ്ടാക്കുന്നുള്ളൂ. അതിനനുസരിച്ചുള്ള കട്ടൻ ചായയും പാലുമാണ് ഞാൻ തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബൺ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ബൺ മസ്ക് തയ്യാറാക്കാനായിട്ട് നമ്മൾ കുറച്ച് ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കണം. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് കറക്റ്റായിട്ട് അങ്ങനെ അളവൊന്നുമില്ല കേട്ടോ. നമുക്ക് ഈ 2 ബണ്ണിന് വേണ്ടിയിട്ടുള്ള ബട്ടറും കണ്ടൻസ്ഡ് മിൽക്കും കൂടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു ക്രീമി ടെക്സ്ചറാക്കിയിട്ട് കൊണ്ടുവരാം. ബട്ടറും കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒരു ക്രീം രൂപത്തിലാക്കി മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബണ്ണിലേക്ക് പുരട്ടി കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പ് ആദ്യം ഈ ബണ്ണ് നടുവേ ഒന്ന് മുറിച്ചെടുക്കാം. ആക്ച്വലി എനിക്ക് ചെറിയ ബണ്ണാണ് കിട്ടിയത്. നമ്മുടെ വലിയ ബർഗർ ബണ്ണില്ലേ, അതുകൊണ്ടൊക്കെ തയ്യാറാക്കിയാൽ കാണാനൊന്നും കൂടെ ഭംഗിയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് കിട്ടിയത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ബണ്ണിലേക്ക് നമുക്ക് നിറയെ ഈ ബട്ടർ പുരട്ടി കൊടുക്കാം. രണ്ട് സൈഡിലും പുരട്ടി കൊണ്ടുവരാവേ. ബണ്ണിൻ്റെ ഉൾവശത്തെല്ലാം ബട്ടർ പുരട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലും ഇതുപോലെ ബട്ടർ തേച്ച് കൊടുക്കണം. ഈ സൈഡിൽ തേക്കുന്ന ഒരു ഷോയ്ക്കാന്ന് തോന്നുന്നു. നമുക്കും തേച്ച് കൊടുക്കാം. എല്ലാവരും തേക്കുന്നുണ്ട്, നമുക്കും തേക്കാം. അപ്പോൾ ഒരു ബൺ മസ്ക തയ്യാറായിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ പീസും ഇതുപോലെ ചെയ്തെടുത്തുകൊണ്ട് വരാം കേട്ടോ. ഇത് കണ്ട ഇതുപോലെ ഇതും കൂടെ നമുക്കിതുപോലെ തയ്യാറാക്കി കൊണ്ടുവരാം. ഇതാ നമ്മുടെ രണ്ടാമത്തെ ബണ്ണും തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇറാനി ചായ തയ്യാറാക്കിയെടുക്കാം. നമുക്ക് ആദ്യം തിളപ്പിച്ച് വെച്ച കട്ടൻ ചായ ഒന്ന് അരിച്ചെടുക്കാം. ഇത് തിളപ്പിച്ച് വെച്ച പാലാണ്.
ഇതിലേക്ക് നമുക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ കൊണ്ട് പാലും കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചായ തയ്യാറാക്കിയെടുക്കാം. ആദ്യം നമുക്ക് ബ്ലാക്ക് ടീ ഈ ഗ്ലാസിൻ്റെ പാതി ഭാഗം ഒഴിച്ചു കൊടുക്കാം. കറക്റ്റ് 2 ഗ്ലാസ് ചായക്കുള്ള കട്ടൻ ചായ. ഇനി ബാക്കി നമുക്കിതിലേക്ക് പാല് ഒഴിച്ചു കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് മിക്സ് ചെയ്ത് വെച്ച പാല്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൺ മസ്ക് ആൻഡ് ഇറാനി ചായ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? നമുക്ക് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്ന്. ചായയും ബൺ മസ്കൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഒരു പീസ് ചായയിൽ ഡിപ്പ് ചെയ്ത് കഴിച്ച് നോക്കാം. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുണ്ടോ? നമുക്ക് ഇത് ചായയിൽ ഡിപ്പ് ചെയ്തൊന്ന് കഴിച്ച് നോക്കട്ടെ. ബൺ മസ്ക് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ചായ കുടിച്ച് നോക്കട്ടെ. ഇറാനി ചായ എങ്ങനെ ഉണ്ടെന്ന്. ചായയും കൊള്ളാം കേട്ടോ. നമ്മൾ ആ സ്പൈസസ് ഒക്കെ ഇട്ടില്ലേ, അതിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പം ബൺ മസ്ക് ഇറാനി ചായ. അപ്പം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുമല്ലോ. അധികം ചിലവൊന്നുമില്ല. കുറച്ച് ബട്ടറൊക്കെ വേണമെന്നേ ഉള്ളൂ. പിന്നെ പാലും പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതല്ലേ. ഇനി ബണ്ണിനും വലിയ വിലയൊന്നുമില്ല. കുറച്ച് ബട്ടറിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും തയ്യാറാക്കാൻ ബാക്കി ഉണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കണം. എനിക്ക് തോന്നുന്നു ഇനി ഈ ലോകത്ത് ആരും ഇത് ഉണ്ടാക്കാൻ ബാക്കി കാണത്തില്ലെന്ന്. അതുപോലെ വൈറലായ ഒരു സംഭവമാണ്. അപ്പോൾ ആരെങ്കിലും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പ്ലീസ് ഉണ്ടാക്കി കഴിച്ച് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് മിയാനി കിച്ചണിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.